പ്രിയമുള്ളവരെ, നമ്മൾ മൂന്നാറിലാണിന്ന്. മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തവണത്തെ ശ്രമം. നിങ്ങൾ കാണുന്ന പോലെ നല്ല സണ്ണി ആയിട്ടുള്ള പ്രകാശപൂരിതമായ പകൽ വെളിച്ചം വീശുന്ന മാർച്ച് മാസത്തിലാണ് നമ്മൾ മൂന്നാർ സന്ദർശിച്ചത്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്ററോളം മാറിയാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 90 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അതിമനോഹരമായ കുന്നുകൾ, മലകൾ, മൂന്നാറിലെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഭാഗമായ മൂന്നാറിലെ മലഞ്ചെരിവുകളാണ് രാജമല സ്ഥിതി ചെയ്യുന്നത്. ഈ രാജമലയാണ് സന്ദർശകർക്ക് വരയാടുകൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. ഇവിടെ ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ക്ലോഷർ ടൈമുണ്ട്. ഇത് പ്രജനന കാലമാണ്. എന്ന് വെച്ചാൽ അവർ പ്രസവിച്ച് വരുന്ന കാലമാണ്, ആടുകൾ പ്രസവിച്ച് വരുന്ന കാലമാണ് ഫെബ്രുവരി മാർച്ച് മാസം. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് പ്രവേശനം ഇല്ല. എന്നാൽ അതിനുശേഷം ഏപ്രിൽ മുതൽ മനോഹരമായ ഈ പാർക്കിൽ നമുക്ക് സന്ദർശിക്കാം. പ്രൈവറ്റ് വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾക്കകത്ത് പ്രവേശനമില്ല. വരയാടുകളെ കാണുവാനായി നമുക്ക് അവരുടെ ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ്. ശേഷം അവർ തിരിച്ചു കൊണ്ടുവന്നാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലായിരുന്നു. എന്നാൽ മാർച്ച് മാസത്തിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ ഒരു യാത്ര അതിലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ സ്വന്തം കാറിലാണ് യാത്ര ചെയ്യുന്നത്. മൂന്നാർ ടൗണിൽ നിന്നും മറയൂർ റോഡിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഉദുമൽപ്പെട്ടി മറയൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്നതാണ്. ജക്രാന്ത മരങ്ങൾ നീല അല്ലെങ്കിൽ വയലറ്റ് കളേർഡ് ആയിട്ടുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് മറയൂരിലേക്കുള്ള റോഡാണ്. ഈ റോഡിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സൈഡിൽ കാണുന്ന രാജമലയാണ്. അവിടെയാണ് വരയാടുകൾ ഉള്ളത്. ഈ സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന നീലക്കുറിഞ്ഞി, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇനി അടുത്ത് അത് പൂക്കുന്നത് 2030-ലാണ്. 2018-ലാണ് അവസാനമായി അത് പൂത്തത്. ആ സമയം ഈ മലനിരകളാകെ തന്നെയും വയലറ്റ് നിറത്തോടിയ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ കളറോട് കൂടി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ സ്ഥലം വന്ന് കാണാൻ ശ്രമിക്കുക. അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെ പ്രത്യേക ഒരു പോയിന്റിൽ പോയി വിസിറ്റ് ചെയ്യുകയല്ല, മറിച്ച് ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ലക്ഷ്യത്തേക്കാൾ മനോഹരമാവുന്ന സ്ഥലമാണ് മൂന്നാർ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട മറ്റ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ എൻ എക്സാമ്പിൾ, മൂന്നാർ ടൗണിൽ നിന്നും നിങ്ങൾക്ക് നിയർ ബൈ യാത്ര ചെയ്തെത്താവുന്ന സ്ഥലമാണ് മാട്ടുപ്പെട്ടി ഡാം. അതുപോലെ അവിടെ ഒരു ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. മാങ്കുളം ആനക്കുളം എന്നാണ് പറയുന്നത്. അത് മൂന്നാർ ടൗണിൽ നിന്നും അടിമാലിയിലേക്ക് പോകുന്ന വഴിയിലാണ്. അത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റാണ്. കുറച്ച് കേരള സൈഡിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചെരുവുകളിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ ഭാഗത്തേക്കുള്ള മറയൂർ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ ഉദുമൽപ്പെട്ടി ഭാഗത്തേക്കുള്ള ചെരുവിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ആനക്കുളം, ആനകളെയും കുളിക്കുന്നതും മറ്റും കാണുവാനായിട്ട് ആനക്കുളം, മാങ്കുളം സൈഡിലേക്ക് യാത്ര ചെയ്യണം. അടിമാലി ഭാഗത്തേക്ക് യാത്ര ചെയ്യണം. അതുപോലെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുതിരസവാരി, ആനസവാരിയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ആ ഭാഗത്ത് പോയാൽ ഫോട്ടോ സ്പോട്സ് ഉണ്ട്. കണ്ണന്തേരിൻ്റെ ടീ എസ്റ്റേറ്റ്, ലക്ഷ്മി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഫോട്ടോഷോട്ട് സ്പോട്സ് ഉണ്ട്. ഇനി ഇത് രണ്ടും കിഴക്കും പടിഞ്ഞാറുമായി വരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ തിരിച്ച് കുറച്ച് തെക്കോട്ട് മൂന്നാർ ടൗണിൽ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളാണ് ഗ്യാപ്പ് റോഡിന് ഇരുവശമുള്ള മനോഹരമായ കുന്നുകൾ. എന്താണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഇരുവശത്തുമുള്ള കുന്നുകൾക്കിടയിലൂടെ ഏറെക്കുറെ സമതല പ്രതലത്തോട് കിട്ടുന്ന ഒരു ഗ്യാപ്പുണ്ട്. വളവും ചെരുവും തന്നെയാണ് അതിനെ പോകുമ്പോഴുള്ളത്. എന്നാൽ കയറ്റിറക്കങ്ങൾ കുറവാണ് ഗ്യാപ്പ് റോഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡ്, അതിലൂടെ അതിമനോഹരമായി നാഷണൽ ഹൈവേ 85 ആണത് പോകുന്നത്. അത് കുമളി അല്ലെങ്കിൽ തേനി, കമ്പം ഭാഗത്തേക്കൊക്കെ പോകുന്ന ഹൈവേ ആണ്. അതിലൂടെ ഗ്യാപ്പ് റോഡിലൂടെ സ്ലോ സ്പീഡിൽ സഞ്ചരിച്ചാൽ കുട്ടികൾക്ക് മനോഹരമായ ഫോട്ടോസ് എടുക്കാനും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും സൈഡിലൊക്കെ നിർത്തി ഫോട്ടോസും ബാക്കി സ്പെൻഡ് ചെയ്യാനും ചായ കുടിക്കാനും ഒക്കെയുള്ള സ്പോട്ടുകളുണ്ട്. എപ്പോഴും സുരക്ഷിതരായിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. ഡ്രൈവ് ചെയ്യുന്ന 2 സൈഡിലേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യരുത്. അങ്ങനെ സുരക്ഷിതമായി യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ തന്നെ സ്പെൻഡ് ചെയ്യാം. ഗ്യാപ്പ് റോഡ് അതിമനോഹരമാണ്. പിന്നീട് നമുക്ക് മറ്റ് സ്ഥലങ്ങൾ ടോപ്പ് സ്റ്റേഷനാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ നമ്മൾ എത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ അടിമാലി ഭാഗത്തു നിന്ന് നേരെ മൂന്നാർ ടൗണിലെത്തിയ ശേഷം അവിടെ നിന്നും ടോപ്പ് സ്റ്റേഷൻ റോഡിൽ യാത്ര ചെയ്യണം. ആ റോഡിൽ തന്നെ മാട്ടുപ്പെട്ടി ഡാമുള്ളത്. അവിടെ നിന്ന് ഒരു 30-35 കിലോമീറ്ററോളം
മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് നിന്നും ടോട്ടൽ മൂന്നാർ ടൗണിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് 20-21 കിലോമീറ്റർ ദൂരമുണ്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ അതിമനോഹരമായ വാലീസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന വട്ടവട എന്ന ഒരു ഗ്രാമം കാണാൻ സാധിക്കും. കൃഷി ഭൂമിയും ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ കൃഷികളൊക്കെ ചെയ്യുന്ന വട്ടവട എന്ന ഗ്രാമം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണമെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് 4 ദിവസമെങ്കിലും മൂന്നാർ സ്പെൻഡ് ചെയ്താൽ മാത്രമേ വളരെയധികം ഒരു 3-4 ദിവസത്തെ ട്രിപ്പോടുകൂടി മാത്രമേ വളരെയധികം ഈസി ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചെല്ലുന്ന ദിവസം നമുക്ക് ടയേർഡായിരിക്കും, നമുക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ദിവസം നമ്മൾ എവിടെയാണോ സ്റ്റേ എടുക്കുന്നത് അവിടെ തന്നെ റെസ്റ്റ് എടുക്കുക. പിറ്റേ ദിവസം 2 ദിവസം നമ്മൾ ഇവിടെയൊക്കെ കറങ്ങുക. ലാസ്റ്റ് ദിവസം നമ്മളധികം കറങ്ങാൻ സമയം കിട്ടില്ല, കാരണം നമുക്ക് തിരിച്ചു പോരാൻ പ്രിപ്പറേഷൻസിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. ഇനി കുറച്ച് വണ്ടികളുടെ ഫോട്ടോസാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്ത വണ്ടിയാണിത്. ബൈ ബൈ.